പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള ഹൈക്കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകരിൽ ഒരാളായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടുന്ന ഒരാളായിട്ടുള്ള അഡ്വക്കേറ്റ് എസ് ശ്രീകുമാർ തൻ്റെ കക്ഷിയായ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയെ ചതിച്ച വിഷയം ഇന്ന് വ്യാപകമായിട്ടുള്ള ചർച്ചയ്ക്ക് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നവീൻ ബാബു കൊല്ലപ്പെട്ടതാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചിട്ട് CBI അന്വേഷിക്കണം എന്ന ആവശ്യവുമായി മഞ്ജുഷ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ചെന്നിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് CBI അന്വേഷണം എന്ന മഞ്ജുഷയുടെ ആവശ്യം നിർദ്ദയം തള്ളിക്കളയുകയാണ്. അതിനെ തുടർന്ന് മഞ്ജുഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ ജസ്റ്റിസ് PB സുരേഷ് കുമാറും ജോബിൻ സെബാസ്റ്റ്യനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ ഇതേ ആവശ്യവുമായി എത്തി. എത്തിയ സമയത്ത് മഞ്ജുഷ അഭിഭാഷകനായി തീരുമാനിച്ചത് അഡ്വക്കേറ്റ് എസ് ശ്രീകുമാർ എന്ന് പറഞ്ഞ സീനിയർ അഭിഭാഷകനായി. അദ്ദേഹത്തോട് മഞ്ജുഷ കോടതിയിൽ ആവശ്യപ്പെടാൻ നിർദ്ദേശിച്ചത് ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷിക്കണം എന്ന ആവശ്യം ഹൈക്കോടതി ബോധ്യപ്പെടുത്താനാണ്. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഹൈക്കോടതിയിലെത്തിയ ശ്രീകുമാർ, മഞ്ജുഷയുടെ അഭിഭാഷകനായി എത്തിയ ശ്രീകുമാർ ഹൈക്കോടതിയിൽ ചെന്ന് CBI അന്വേഷണമില്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണെങ്കിലും മതി എന്നുള്ള ആവശ്യം ഉന്നയിച്ച് കേരളത്തിലെ പൊതുമണ്ഡലത്തെയും അതിലുപരി മഞ്ജുഷയെ പോലും ഞെട്ടിക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ പൊതുമണ്ഡലം ആകെ ഞെട്ടിപ്പോയി അത് കേട്ട്. അതിനെ തുടർന്ന് മഞ്ജുഷ ഈ പറഞ്ഞതുപോലെ ശ്രീകുമാറിനെ അഭിഭാഷക സ്ഥാനത്ത് നിന്ന് മാറ്റി വക്കാലത്ത് തിരിച്ചു മേടിച്ചു. തങ്ങൾ പറയാത്ത ആവശ്യമാണ് ഈ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത് എന്നും മഞ്ജുഷ ഇതിനകം പരസ്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കും. സുഹൃത്തുക്കളെ, ഇത് CPM നടത്തിയ ഒരു ഗൂഢാലോചനയാണെന്ന് സാധാരണ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും ബോധ്യമാകും. ഇത് ആകസ്മികമായി ഉണ്ടായ ഒരു സംഭവമല്ലെന്നും ഇതിൽ വളരെ ആഴത്തിലുള്ള ഒരു പ്ലോട്ടുണ്ടെന്നും CPM ആണ് അതിൻ്റെ പുറകിൽ കളിച്ചിരിക്കുന്നതെന്നുമുള്ള കാര്യം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം ഉറപ്പായ കാര്യമാണ്. പക്ഷേ പൊതുമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില സംശയങ്ങളൊക്കെ അതിനകത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഈ സംസാരത്തിന് ശേഷം കേൾപ്പിക്കാൻ പോകുന്ന കണ്ണൂരിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള പാണ്ഡ്യാല ഷാജിയുടെ സംഭാഷണം കേട്ട് കഴിയുമ്പോൾ ആ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് മാറും എന്ന് എനിക്ക് ഉറപ്പാണ്. CPM എന്ന് പറഞ്ഞ പാർട്ടി ഇതിന് പുറകിൽ കളിച്ചിട്ടുള്ള ക്രൂരമായിട്ടുള്ള നീചമായിട്ടുള്ള വൃത്തികെട്ട കളി, CPM നടത്തിയിട്ടുള്ള ഗൂഢാലോചന, അത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ പാണ്ഡ്യാല ഷാജി വിശദമായി എൻ്റെ പ്രേക്ഷകരോട് പങ്കുവെക്കും. അദ്ദേഹത്തോട് ഞാൻ വിശദമായി സംസാരിച്ചു. ആ സംസാരം എൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുക. ആ സംഭാഷണം കേൾക്കാൻ എൻ്റെ പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ പാണ്ഡ്യാല ഷാജി, ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അവർ ഹൈക്കോടതിയിൽ ചെന്നതും അപ്പോൾ അവിടെ വാദിച്ച സമയത്ത് അവരെ ചതിച്ചതുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. നവീൻ ബാബുവിൻ്റെ ഭാര്യ അവർക്ക് വേണ്ടി വക്കാലത്തെടുത്തിരുന്ന S ശ്രീകുമാറിനെ ഇപ്പോൾ വക്കാലത്ത് ഒഴിഞ്ഞ് ഇരിക്കുകയാണ്. അവരുടെ ആവശ്യമല്ല ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് ഈ ശ്രീകുമാർ ആവശ്യപ്പെട്ടത് അവരുടെ ആവശ്യമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ വിവാദമായിരിക്കുകയാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇതിനെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ആകസ്മികമായി ഉണ്ടായതായി കണക്കാക്കാൻ കഴിയുമോ, അതോ ഇതിന്റെ പുറകിൽ ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്? എന്താണ് എനിക്ക് തോന്നുന്നത്? തീർച്ചയായും ഗൂഢാലോചന മാത്രമല്ല, അതിനകത്ത് ഒരു പ്രൈമാഫോസി തന്നെ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലെ ഹീനവും നിന്ദ്യവും ക്രൂരവുമായ ഒരു സംഭവം ഉണ്ടായത് കൃപേഷ് സരിത്ലാൽ എന്ന് പറയുന്ന രണ്ട് കുട്ടികളെ കാസർഗോഡ് കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടല്ലോ. അതിനകത്ത് അഡ്വക്കേറ്റ് CK ശ്രീധരൻ കേസ് നിരന്തരമായി വാദിച്ചിങ്ങനെ വരുന്ന ഘട്ടത്തിലാണ് ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയും ഈ പറയുന്ന ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറിയും കൊടുത്ത് ഹൈജാക്ക് ചെയ്തിട്ട് അവരുടെ പാർട്ടിയിൽ ചേർക്കുകയും ഇതിലെന്ത് ചെയ്യുക, അയാൾ മറുഭാഗത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നത്. CK ശ്രീധരൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഇത്ര നാണം കെട്ട രീതിയിൽ, ഇത്ര ജുഡീഷ്യറി എന്ന് പറയുന്ന സംവിധാനത്തെ അപമാനിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു പാർട്ടിയും വേറെ കേരളത്തിലുണ്ടാവുമോ? ഈ പറയുന്ന MB ഗോവിന്ദനെ പോലത്തെ ആളുകൾ എന്താ പറയുക, ഇയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പാർട്ടി സെക്രട്ടറി എന്ന് പറയും ഞെളിഞ്ഞ് നടക്കുന്നതിന്റെ വാദത്തിൽ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ലജ്ജ വേണ്ടേ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ഈ അഭിഭാഷകൻ
CBI അന്വേഷണം ഇല്ലെങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷണം മതി എന്ന് പറഞ്ഞത് ഒരു ഗൂഢാലോചനയാണെന്ന് പറയുമ്പോൾ ആ ഗൂഢാലോചനയിൽ ഈ ഗവൺമെന്റിനും ഈ പാർട്ടിക്കുമുള്ള പങ്കിന് എങ്ങനെയാണ് അങ്ങ് എങ്ങനെയാണ് അങ്ങ് അതിനെക്കുറിച്ച് പ്രതികരിക്കുക? എന്താണ് ഞാനത് അത് പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ഇദ്ദേഹത്തിന്റെ ഭാര്യ ഈ മഞ്ജു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജു അവരങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടാതെ ഒരു സംഭവം ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോഴാണ് ഇതിന് മുൻപിൽ വന്നിരിക്കുന്ന വിവരം ആരൊക്കെ ചെയ്യുന്നു, എടുക്കുന്ന വക്കീലിനെ അവിടെ ഈ സാധനം നടന്നില്ല. അപ്പൊ ഇവിടെ എന്ത് വരുന്നു, ഈ പത്തനംതിട്ട ജില്ലയിൽ ഈ പറയുന്ന സംഭവത്തിനകത്ത് ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടതിനകത്ത് എന്തോ തരത്തിലുണ്ടായിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആരും ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. ആ ഉണ്ടാക്കി വെച്ചതിനകത്താണ് വാസ്തവത്തിൽ സത്യം എന്ന് പറഞ്ഞാൽ ഈ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ സത്യത്തിന് ഇന്നലെ എന്ന് പറഞ്ഞാൽ ഹൃദയം പൊട്ടി മരിക്കേണ്ടതാണ് അവർ ശരിക്കും. അങ്ങനെ പറയാൻ ഞാൻ പാടില്ല, എങ്കിൽ ഞാൻ പറയാം ഹൃദയം പൊട്ടി മരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ബ്രെയിൻ സ്ട്രോക്ക് വരേണ്ടതാണ് അവർക്ക്. ഒരിക്കൽ പോലും ആഗ്രഹിക്കാതിരിക്കുന്ന ഒരാളും താൻ വിശ്വസിച്ചേൽപ്പിക്കുന്ന ഒരു വക്കീലിനെ നിങ്ങൾ ഹൈജാക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, അത് ക്രൈംബ്രാഞ്ച് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ സഖാവ് തന്നെ ഒരു വീഡിയോനകത്ത് ചെയ്തിട്ടുണ്ടത്. അത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ പെരുങ്കടനെ ഏൽപ്പിക്കുന്ന സംഭവമല്ലേ അത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു ചിത്രം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയും ഗവൺമെന്റും ഏറ്റെടുത്തു. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ പാർട്ടിക്കകത്തെ ഒരു വിഭാഗവും കൂടി ഇതിനകത്ത് ഇടപെട്ടു എന്നാണ് അതിനർത്ഥം. അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ വെച്ചാൽ നിയമ നീതിന്യായ വ്യവസ്ഥകൾ മുഴുവൻ തന്നെ എന്തായി തീരുക, ഒന്നും എല്ലാമായി തീരുക എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും ക്രൂരമായ മറ്റൊരു മുഖം വരുന്ന കൂടിയാണ് ഇത്. ഈ പറയുന്ന കോടതി യുദ്ധത്തിന്റെ സെക്കൻഡ് ഫേസിലാണ് സാധനം വരുന്നത്. ഫസ്റ്റ് ഫേസിനകത്ത് സംഗതി പെസകായി, സെക്കൻഡ് ഫേസിനകത്തേക്ക് സാധനം കയറുകയാണ്. സെക്കൻഡ് ഫേസിനകത്ത് കയറുമ്പോഴാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ് ശ്രീകുമാർ അദ്ദേഹം എന്ത് ചെയ്യാന്ന് ഈ പറയുന്ന അദ്ദേഹം ഒന്നും വിളിക്കാൻ പാടില്ല അയാളുടെ വാസന വക്കീലിന്റെ പണിയെടുക്കാൻ പാടുള്ള ഒരാളാണോ അയാളല്ലോ. ഈ CK ശ്രീധരൻ എന്ന് പറഞ്ഞ വക്കീൽ ഇതേപോലത്തെ വക്കീലുമാരെല്ലാം തന്നെ കോടതിക്കകത്ത് വളരെ കൃത്യമായിരിക്കുന്ന വലിയ നിയമ സംവിധാനം ഉള്ളല്ലേ. അവർ വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള കക്ഷികളെ കോടതിയിൽ കേസ് വാദിക്കാൻ അനുവദിക്കാതെ ഉണ്ടാക്കുന്ന നിയമനിർമ്മാണങ്ങൾ ശുപാർശ ചെയ്യേണ്ടതാണ് ഇവരല്ലോ ശരിക്കും. കാരണം എന്ത് വിശ്വസിച്ചാണ് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ അടുത്ത് ഒരു കേസ് നിങ്ങൾ തരിക? ഈ കോടതിക്കകത്ത് വരുന്ന വക്കീലന്മാരെ മുഴുവൻ തന്നെ വിശ്വാസയോഗ്യമല്ലാത്ത ആളുകളെ ആക്കി പറ്റിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇതിനെ മാറ്റുന്നു പറയുമ്പോഴാണ് നമ്മൾ ഈ ഗ്ലോബലൈസേഷൻ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ട്രേഡ് യൂണിയൻ നിർവീര്യവൽക്കരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ഐഡിയോളജിയെ നിർവീര്യവൽക്കരിക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ എല്ലാ പ്രധാനം തന്നെ കോടതികളെ നിർവീര്യവൽക്കരിക്കുക എന്നുള്ളതാണ്. ഈ സംവിധാനത്തേക്ക് ഇത് കൊണ്ടുവരുന്ന ഇതിനെ നടത്തിപ്പുകാരായി മാറുന്നതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ, നിർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണോ? ഇതിങ്ങനെയാണെങ്കിൽ സോവിയറ്റ് യൂണിയൻ വേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ റവല്യൂഷൻ നടക്കേണ്ട കാര്യമില്ല. ഈ പറയുന്ന ഈ പറയുന്ന വിജയനും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെ ശരിപ്പെടുത്താൻ ഇതിന്റെ ആവശ്യമില്ല. ഇതുപോലൊരു സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം വളരെ ഭംഗിയായി നിർവഹിക്കാനാവുമെന്ന് തെളിയിക്കുന്ന ഒരു സംവിധാനമാണ് വാസ്തവത്തിൽ ഈ കേരളത്തിൽ വന്നത്. എന്തായിരിക്കും ഈ പാർട്ടിയും സർക്കാരും ഇതിനകത്ത് എന്തായിരിക്കും അവർ കൃത്യമായി ചെയ്തിട്ടുണ്ടാവുക? അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ നവീൻ ബാബുവിനെ കൃത്യമായത് കൊലപ്പെടുത്തിയതാണ് എന്ന് നിരീക്ഷിക്കാവുന്ന ഒരുപാട് സംഭവങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ശരിക്കും കൊലപ്പെടുത്തിയതായിരിക്കാം എന്ന് പറയാവുന്ന അനുമാനങ്ങൾ, അത് കുറെ കൂടി വസ്തുതകളുമാണ് ശരിക്കും. കാരണം അതിനകത്ത് ഒരു സംഭവത്തിന്റെ കൂടെ കൃത്യമായി എന്തില്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും വരുന്നില്ല. അത് മാത്രമല്ല അതിനകത്തുണ്ടാവുമോ എന്നുള്ള സംശയത്തിന്റെ മേലെ വണ്ടി ഓടിച്ചിരിക്കുന്ന ഡ്രൈവറിനെ വേറൊരാളെ കൂട്ടിയിട്ട് വരുന്നു. ഇതെല്ലാം ഈ പറയുന്ന സംഭവത്തിന്റെ മുകളിൽ ഒരു പ്ലാന്റ് മേർഡറിന്റെ സംഭവമാണത്. അത്തരം ഒരു പ്ലാന്റ് മേർഡർ വരുന്നതിനകത്ത് PP ദിവ്യ എന്ന് പറയുന്ന ആളെ നിലനിർത്തിക്കൊണ്ട് മറ്റൊരാൾ അതിനകത്ത് ആക്ട് ചെയ്യുക. അത് കണ്ടെത്തണമെങ്കിൽ CBI വേണം. അത് കണ്ടെത്തണമെങ്കിൽ CBI വേണം. ഈ സംഭവത്തെ തടയാനാണ് എന്ത് ചെയ്തത് അറിയോ? വളരെ കൃത്യമായി വളരെ ബോധപൂർവമായി ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, ഈ മഞ്ജുഷ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യ കൊടുത്ത സംഭവത്തിന്റെ മുകളിൽ അത് ക്രൈംബ്രാഞ്ച് ആയാൽ മതി എന്ന് പറയാവുന്ന അഭിപ്രായം പറഞ്ഞു. ആരോട് ചോദിച്ചാണ് ഇയാൾ പറയുന്നത്? എന്തെത്തിച്ചാണ് ഗാന്ധി നേരത്തെ ഒരു തവണ പറഞ്ഞ ഏറ്റവും പറഞ്ഞത് ലോയേഴ്സ് പ്രൊഫഷൻ ഇത് ലയേഴ്സ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ഗാന്ധിയുടെ. ലോയേഴ്സ് പ്രൊഫഷൻ ഇത് ലയേഴ്സ് പ്രൊഫഷൻ എന്നിട്ട് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതിവിടുന്ന് മാറി ഇതെന്താണ്, ഇതൊരു ക്രിമിനൽസിന്റെ പ്രൊഫഷനായി മാറ്റുകയാണ് ഈ പറയുന്ന ശ്രീകുമാർ ചെയ്തത്. ഞാൻ ചോദിക്കുന്നത് CPM എങ്ങനെയായിരിക്കും ഇതിനകത്ത് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും? എങ്ങനെയായിരിക്കും അവിടെ വളരെ കൃത്യമായിരിക്കുന്ന പാർട്ടി സംഘടനാ സംവിധാനത്തെ ഉപയോഗിച്ച് ആയിരിക്കാം ഈ സാധനം ചെയ്തിട്ടുണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ശ്രീകുമാറിനെ നിയോഗിച്ചത് ആര് എന്നൊരു ചോദ്യമുണ്ട് ഇതിനകത്ത്. ഇതിന് നേരത്തെ ഉണ്ടായിരിക്കുന്ന വക്കീലുണ്ടായിരുന്നല്ലോ, അദ്ദേഹം ഇവിടെ പോയി. കേസിന്റെ ആദ്യ റൗണ്ട് തലശ്ശേരിയിൽ വന്നിരിക്കുന്ന വക്കീലുണ്ട്. അദ്ദേഹം വളരെ പ്രഗത്ഭനായ അഡ്വക്കേറ്റ് ആണെന്നാണ് ഇപ്പൊ ഞാനൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം വന്നിരിക്കുന്ന ഇയാൾ എങ്ങനെ ഇതിനകത്ത് കയറി വന്നു? ഈ കയറി വരുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷയെ പോലും നിസ്സഹായമാക്കിക്കൊണ്ട് ഇയാൾ ഇപ്പൊ ഈ ചെയ്ത് ഈ പാർട്ടി എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സോവിയറ്റ് യൂണിയനിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സംഭവങ്ങളില്ല.
അതില്ലാതെ ഇവിടെ വെച്ചിട്ട് ജുഡീഷ്യറി എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കി തീർക്കാവുന്ന ഒരു ഓപ്പറേഷൻ നടത്താൻ മാത്രം ഒരു പാർട്ടി ഉണ്ടായിത്തീരുമ്പോൾ ആ പാർട്ടി എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവുന്നത്? കോമ്രേഡ്, ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവുന്നത്? ഒന്നുമല്ലല്ലോ അത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഈ സംഭവത്തിൽ ഇത് എങ്ങനെയായിരിക്കും പാർട്ടി ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിക്കുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള സംഭവം എന്താ പറഞ്ഞാല് ഇവരെ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യയെ പിന്നെ ദുർബലപ്പെടുത്താവുന്ന രീതിയിൽ വരുന്ന ഒരു സംഗതി ഉണ്ടായിരിക്കും അതിനകത്ത്. അത് ബന്ധുക്കൾ വഴി പോലും ചിലപ്പോൾ വേണമെങ്കിൽ ഉപയോഗിച്ചേക്കാം. പക്ഷെ അത് വരുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ശരിക്കും അവരറിയാതെ ഇത് പ്രയോഗിച്ചപ്പോഴാണ് അവർ വാസ്തവ ഷോക്കഡ്. ശരിക്കും അവർ ഞെട്ടൂലേ, ശരിക്കും ഞെട്ടൂലേ അവര്. അതുകൊണ്ട് അവർ പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞില്ല, എന്റെ കുടുംബം ഇത് പറഞ്ഞില്ല എന്ന് പറഞ്ഞത്. എന്നിട്ട് അത് മാത്രമല്ല, ഇയാളത് പറഞ്ഞപ്പോൾ എന്ന് പറയാം ഇയാളത് മാറ്റി പറയാൻ താല്പര്യമില്ല എന്ന് പറയും. വാസ്തവത്തിൽ അയാൾക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷന് ഉളുപ്പുണ്ടോ ആ മനുഷ്യൻ അഡ്വക്കേറ്റായി തുടരാൻ? ഉളുപ്പുണ്ടോ മനുഷ്യന് ഈ സാധനം തുടരാൻ? അയാൾ ശരിക്കും പറഞ്ഞാൽ നാണം ഉണ്ടെങ്കിൽ അയാൾ ഈ പറയുന്ന ഈ അഡ്വക്കേറ്റിന്റെ ഈ പ്രൊഫഷൻ നാളെ മുതൽ നിർത്തേണ്ടതാണ് അയാൾ. ഇത് നേരത്തെ CK ചെയ്യേണ്ട സംഭവമാണ്, അത് ചെയ്തില്ല. ഇത്തരത്തിലുണ്ടായിരിക്കുന്ന എല്ലാവിധ വൃത്തികേടുകളും ചെയ്യാനുള്ള അനുവാദം കൊടുക്കുകയാണ് ഈ പാർട്ടി എന്ന് പറയുന്ന ഈ ഭീമാകാരമായിരിക്കുന്ന യന്ത്രം കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പറയുന്ന മനുഷ്യൻ കേരളത്തിലെ മുഖ്യമന്ത്രി അയക്കുന്ന ഒരാൾ, അറുവഷണനായിരിക്കുന്ന മറ്റൊരു കേരളത്തിലെ CPM പാർട്ടി സെക്രട്ടറി, അതിന്റെ മറ്റ് സംഘടനാ സംവിധാനങ്ങൾ, വാസ്തവത്തിൽ മനുഷ്യരുടെ കരച്ചിൽ കാണേണ്ട ഇവർ. ഈ കരച്ചിലിനേക്കാൾ എല്ലാ പ്രധാന ജുഡീഷ്യറി പോലും ഇങ്ങനെ എന്താ പറയുക നിശ്ചേതനമായി പോകാവുന്ന അവസ്ഥ വന്നു എന്ന് പറയാം. പിന്നെ ഇവിടെയാണ് മനുഷ്യന്റെ ഭാവി ഉണ്ടാവുക. ജീവിതത്തിൽ അയാൾക്ക് എന്താണ് പ്രതീക്ഷ? കാലാവസ്ഥാ വ്യതിയാനം പോലെ സംഭവം വന്ന് പ്രതീക്ഷിക്കാൻ ഒരു സാധനമില്ലാത്തിട്ട് മുടിയുകയാണ്. പക്ഷേ മരിച്ച് ജീവിക്കുന്ന മനുഷ്യരെങ്കിലും ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന പ്രതീക്ഷയുടെ ഒരു വെളിച്ചം ദൂരെ കാണുന്ന ഒരു വെളിച്ചം കാണാനുള്ള സാധ്യത കോടതിയായി തീരുമ്പോൾ ആ കോടതിയെ പോലും അത് ഇല്ലാതാക്കി കളയുന്നു എന്ന് പറയുമ്പോൾ ഇവരെയൊക്കെ വീട്ടിൽ കയറി വാസൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വെടിവെച്ച് കൊല്ലണം ഇവരെല്ലാം. ശരിക്കും വെടിവെച്ച് കൊല്ലണം ഇവരെല്ലോ. അത് നാളെ കുറ്റമാകുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ഞാൻ പറയാം വെടിവെച്ച് കൊല്ലണം. ഇത് എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമായാണ് ഇവർ ഈ വിഷയത്തിനകത്തേക്ക് ഇവർ ഇടപെടുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് പോലും ഇവരെന്താണ് ഈ പൊതുസമൂഹത്തിനകത്ത് ഏറ്റവും ഗംഭീരന്മാരായി നിൽക്കുകയാണ്. എന്നിട്ട് വാങ്ങുന്നത് വക്കീലിന്റെ ഫീസ് വാങ്ങുന്നത് ഗംഭീരമായിട്ട് ഫീസും വാങ്ങുന്നു. അത്ര ഒരു അവസ്ഥ ഇങ്ങൾ ചെയ്യുക എന്ന് പറയാം. അത്ര പറഞ്ഞാൽ അത് എത്രമാത്രം ക്രൂരമാണ്. എന്തേ അവരുടെ സങ്കടത്തെ ഇവർക്ക് മനസ്സിലാവാതെ പോകുന്നത്? അത് മാത്രമോ, ഷാജഹാൻ സഖാബ് തന്നെ ചെയ്തൊരു സംഭവം ഉണ്ടല്ലോ, ഇതിൽ ഏറ്റവും കൂടെ പഴി കേൾക്കാൻ മാത്രം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് നവീൻ ബാബുവിന്റെ ഭാര്യയെ മാറ്റി തീർത്ത് അപമാനിക്കുകയാണ് ചെയ്തതെന്നുള്ളതാണ്. ഇതിൽ CPI എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ റോൾ എന്താണ് ശരിക്കും? എന്താണ് റോൾ? അവർ വാസ്തവത്തിൽ ഇവരുടെ പ്രൊട്ടക്ടർ ആവണ്ടേ? അവർ ഈ പാർട്ടിയുടെ ഈ പറയുന്ന മഞ്ജുഷയുടെ പ്രൊട്ടക്ടർ ആവണ്ടേ? അവരും ഇല്ല. ആളുകൾ കൈവിട്ട് പോകുമ്പോൾ സ്വപ്ന സുരേഷ് മലർന്നടിച്ച് വിടുകയാണ് ചെയ്ത്. കേരളത്തിനകത്ത് ഏറ്റവും വിസ്ഫോടനാത്മകമായ ഇത്തരം സംഭവം പറഞ്ഞിട്ട് പോലും അവരെ തുണക്കാൻ ഈ പറയുന്ന പോലെ പിന്നെ അത്യാവശ്യം കുറച്ച് ആൾക്കാർ അതിനകത്ത് ഏറ്റവും ഗംഭീരമായി സംഭവം ചെയ്തു. ഇങ്ങനെ പറയുന്ന അഡ്വക്കേറ്റ് കോമ്രേഡ് ഷാജഹാനാണ്. അത് ഏറ്റവും കൂടുതൽ ഗംഭീരമായിട്ട് സംഭവിച്ചത്. എന്നിട്ട് പോലും കേരളത്തിൽ ഒരു വസ്തു ഉണ്ടായില്ലല്ലോ. ഇവരെല്ലാം തന്നെ വളരെ മാന്യന്മാരായി കേരളീയ പൊതുസമൂഹത്തോട് നടക്കുകയും അവർ അപമാനിതയായി ബിഹൈൻഡ് ദ കർട്ടനിലേക്ക് അവർ പോണ്ടി വരികയും ചെയ്തു. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് പിന്തുണ കൊടുക്കേണ്ട ഇവിടുത്തെ പ്രതിപക്ഷമല്ലേ? പ്രതിപക്ഷം തീർച്ചയായും പിന്തുണ കൊടുക്കുന്നില്ല. പ്രതിപക്ഷമാണ് അതിന്റെ മേലെ ഒരു വലിയ എഡ്യൂക്കേഷൻ സമൂഹത്തിൽ ഇതിന്റെ മേലെ ഉണ്ടാക്കേണ്ടതാണ്. പക്ഷെ ഇതുവരെ അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, അവർ ചെയ്യൂല. കാരണം ഇതെന്താ, ഇവിടെ ഭരണപക്ഷവും ഇല്ല പ്രതിപക്ഷവും ഇല്ല. ഇതെല്ലാം കോംപ്രമൈസിങ് സംഭവമായിട്ട് മാറിയില്ലേ? ഇത് എല്ലാം കോംപ്രമൈസിങ് അല്ലേ? ഒരു വസ്തുവില്ല. വാസ്തവം എന്ന് പറഞ്ഞാൽ ഒരു പൗരന്റെ അവകാശമാണ് വാസ്തവത്തിൽ ഇല്ലാതാക്കിയതിനാണ്. ഒരു പൗരന്റെ അവകാശം അത് ഇല്ലാതാക്കുന്നതാണ്. പൗരന്റെ അവകാശം കോടതിക്കകത്ത് വെച്ച് ഇല്ലാതാക്കാൻ അവിടെ ഒരു ഇൻട്രൂഡർ വെക്കുന്നൊന്നുമില്ലാണ്. അവിടെ ഒരു ഇൻട്രൂഡർ വെക്കുകയാണ്. ആരുടെ? വിതൗട്ട് ദ പെർമിഷനാണത്. അത് ചെയ്തിട്ട് അത് പത്രങ്ങളിൽ വാർത്തയാവുന്നതുകൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. പത്രം നിർവീര്യമാക്കപ്പെടുന്നു, ജുഡീഷ്യറി നിർവീര്യമാക്കപ്പെടുന്നു. ഇതിനെ കൊണ്ട് സംസാരിക്കാണ്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരാളെ വക്കീൽ പറയുന്നത് ഈ പറയുന്നത് ഇവർക്ക് വേണ്ടിയില്ല. ഇതെല്ലാം ആരെ രക്ഷിക്കാനാണ്? ശരിക്കും PP രവിയെ രക്ഷിക്കാനാണ് എന്നുള്ള അഭിപ്രായം എല്ലാവർക്കും. അത് PP രവിയെ രക്ഷിക്കേണ്ടി വരുന്നത് എവിടെയാണ്? ശരിക്കും CBI എൻക്വയറി വരികയാണെങ്കിൽ ഇതിൽ ബിഹൈൻഡ് ദ കർട്ടനിലൂടെ ഇരിക്കുന്ന മറ്റൊരാൾ ആരാണെന്ന് തിരിച്ചറിയും. ഈ തിരിച്ചറിയുന്ന അവസ്ഥയെ പൊളിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈ കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് ചുരുക്കണം. ആ ക്രൈംബ്രാഞ്ച് ചുരുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ആളുകൾ രക്ഷപ്പെടും. ഇത്രയും ഭീകരം. ഞാൻ പിന്നെ സഖാവിനോട് ഞാൻ പറയട്ടെ, ഇത് ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു ക്ലാസിക് സംഭവത്തിനകത്ത് കൃതിക്കകത്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഭൂമിക, ഒരു പ്ലോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഏറ്റവും ഗംഭീരമായിട്ട് എഴുതിയ ഡോസ്റ്റോവ്സ്കിയാണ്. അല്ല, ഇനി എന്താണ് ഇതിനകത്തൊരു പോംവഴി? എന്താ
പോംവഴി എന്താന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇതിനകത്ത് പബ്ലിക്കിന്റെ എഡ്യൂക്കേഷൻ ഉണ്ടാവുകയും കോടതി എന്ത് വേണം ഇതിനകത്ത് ഇത് വരികയും വേണം. അതോടൊപ്പം തന്നെ ഈ ശ്രീകുമാർ എന്ന് പറയുന്ന ആളുടെ പിന്നെ ഈ പ്രൊഫഷൻ അയാൾക്ക് ഹൈക്കോടതിക്ക് റദ്ദ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതാണ് ശരിക്കും. അത് ചെയ്യാനുള്ള സംവിധാനം. അതിന്റെ മുകളിൽ ഒരു പിന്നെ സ്വകാര്യമായ അന്യായം പിന്നെ ഫയൽ ചെയ്യേണ്ടതാണ് ശരിക്കും. അത് ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യണം ഇതിന്റെ മേലെ. കാരണം ഇത്ര ഒരു ചതി ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം സ്വകാര്യ അന്യായം ഫയൽ ചെയ്യണം. ഈ മഞ്ജുഷ ഫയൽ ചെയ്യണം. എനിക്ക് അതിനെക്കുറിച്ച് നിയമപരമായ വശത്തെ കുറിച്ച് അങ്ങ് വിവരമില്ല. ഞാൻ കോമൺ സെൻസ് അത് ഫയൽ ചെയ്യണം. കാരണം അവരെ ഭർത്താവിനെ കൊല്ലപ്പെട്ടതാണോ അല്ല ആത്മഹത്യ ചെയ്തതാണോ അത് അറിയാനുള്ള അവരുടെ അവകാശമാണത്. ഈ അവകാശം റദ്ദ് ചെയ്യാൻ മഞ്ജുഷ പറയാൻ CPM ഭരണകൂടം കൂടെ നടത്തിയ ഒരു ഗൂഢാലോചന CPM ഭരണകൂടം നടത്തിയ സോവിയറ്റ് യൂണിയനെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതി, ഞെട്ടിപ്പിക്കുന്ന രീതി നടത്തിയിരിക്കുന്ന അതിഭീകരമായിരിക്കുന്ന പ്ലാൻഡ് മർഡർ. ജുഡീഷ്യറിയെ കൊല്ലുന്നു, അതോടൊപ്പം തന്നെ ഒരു മനുഷ്യനെയും കൊല്ലുന്നു. അതിന്റെ ഒരു തെളിവ് കിട്ടാനുള്ള സാധ്യതയും ഇല്ലാതാക്കുന്നു. ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്ന അതിഭയാനകമായ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ലോകത്തിലെ ഒരു ക്ലാസിക്കൽ കൃതിക്കകത്തും പോലും കാണാതിരിക്കാവുന്ന ഒരു പ്ലോട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമായി ഈ കേരളവും ഈ പിന്നെ എന്താ പറയുക നമ്മളെ ഹൈക്കോടതിയുടെ പരിസരവും ഭൂമികയും മാറുന്നു എന്ന് പറഞ്ഞാൽ ഡോസ്റ്റോവസ്കി ഞെട്ടിപ്പോകില്ല. ശരിക്കും ഡോസ്റ്റോവസ്കി ഞെട്ടിപ്പോകില്ല. സാരം ഡോസ്റ്റോവസ്കി ഇത്രയും ഭ്രമാത്മകമായ ഒട്ടനവധി സംഭവങ്ങൾ ഡോസ്റ്റോവസ്കിയാണ്. ഡോസ്റ്റോവസ്കി പോലും കിതാബ് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അദ്ദേഹത്തോട് ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ മനോഹരമായിരിക്കുന്ന കൃതി ഈ കേരളത്തിനകത്ത് പുതുതായി പുറക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു എഴുത്തുകാരൻ നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ മുമ്പിൽ അങ്ങനെയുള്ള പ്രാസംഗികമാർ നമ്മുടെ മുമ്പില്ല എന്നുള്ളതാണ്. അത്ര ഭയാനകമായിരിക്കുന്ന ഒരു ലോകത്തെ നിർമ്മിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നിർമ്മിച്ചിട്ടാണ് ഈ മുഖ്യമന്ത്രി ഈ പാർട്ടിയും പോകുന്നത്. അതിനകത്ത് ഏറ്റവും ദുർബലമായ കക്ഷികളായി ഇതിനകത്ത് പ്രതിപക്ഷം പോലും വീഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മറുഭാഗത്ത് വരുന്നതിന് പരിവാറിന് അവരെന്താ പറഞ്ഞാൽ അവർ ഇതിനെല്ലാം തന്നെ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ നിസ്സഹായമായ ഒരവസ്ഥയാണ് ശരിക്കും. അവിടെ ശരിക്കും എന്താ പറഞ്ഞാൽ ഇവര് ഈ പറയുന്ന ശ്രീകുമാറിന്റെ പിന്നെ ഈ പ്രൊഫഷൻ തുടരാനുള്ള അവകാശം, അയാളുടെ നിയമപരമായ അവകാശത്തെ വളരെ കൃത്യമായി പിന്നെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിക്കേണ്ടതായിരുന്നു. വളരെ കൃത്യമായി അത് റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്. അയാൾ ഈ പണി ഭൂമിയിൽ എടുക്കാൻ പാടില്ല, ഒരിക്കലും എടുക്കാൻ പാടില്ല. കാരണം അതിനകത്ത് രണ്ട് കുഞ്ഞു മക്കളില്ലേ, ആ മക്കളുടെ കരച്ചിലൊന്ന് കേൾക്കണ്ടേ? അവർ കേൾക്കണ്ടേ? ഈ പറയുന്ന കേരളത്തിലെ ഏറ്റവും നിഷ്ഠൂരനായിരിക്കുന്ന ചെന്താമരയേക്കാൾ വൃത്തികെട്ടിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ചിരിക്കാനാണോ ഇത്? ആണോ? ബ്രൂവറി, പാലക്കാട്ടെ ബ്രൂവറി വിഷയം വരുന്നതെന്ന് പറഞ്ഞാൽ മദ്യമാണ്, ബ്രാൻഡിയാണോ വരുന്നത്, വെള്ളമാണോ വരുന്നത് ചോദിച്ചത് വെള്ളമല്ല ബ്രാൻഡിയാണ് വരുന്നത്. ഇന്നും വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്ന ഗോവിന്ദനെ പോലത്തെ ഒരാൾക്ക് ചിരിക്കാനുള്ളതാണോ ഈ സാധനം? ആണോ? അല്ലല്ലോ. ആയിക്കോട്ടെ. അപ്പൊ ഇനി ഞാൻ ഇപ്പൊ തൽക്കാലം നിർത്താം. ഞാൻ ഇനിയും വിളിക്കാം.